വിക്ടേഴ്സിന്റെ 37ാമത്തെ ക്ലാസ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം സെയിം ചാപ്റ്റർ 37th ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് കോയിൽ കണ്ടതാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ ഒരു മാഗ്നറ്റായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അതിനൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാകുമെന്നും അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ കറണ്ട് ഒഴുകുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് നമ്മൾ കണ്ടതാണ്. കറണ്ട് ക്ലോക്ക് വൈസ് ആയാണ് ഒഴുകുന്നതെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആയിരിക്കും. കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഒഴുകുന്നതെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആയിരിക്കും എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ടോർക്ക് ഓൺ എ റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് വെക്കുകയാണ്. ഇതാണ് ട്രാൻസ്ഫോമറിൽ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. ട്രാൻസ്ഫോമറിന്റെ ബേസിക് ഐഡിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നീട് നമ്മൾ AC പഠിക്കുമ്പോൾ അവിടെ ഇതിനെ വീണ്ടും ഉപയോഗിക്കും. ഒരു റെക്ടാങ്കുലർ കറണ്ട് ലൂപ്പ് ABCD അത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണ്. സ്മോൾ b ആണ് ലെങ്ത് ഓഫ് ദി ലൂപ്പ്, സ്മോൾ a ആണ് ബ്രെഡ്ത്ത് ഓഫ് ദി ലൂപ്പ്. അല്ലെങ്കിൽ കോയിൽ എന്നും വിളിക്കാം. ഒരു സിംഗിൾ ലൂപ്പ് മാത്രമാണെങ്കിലാണെങ്കിൽ നമ്മൾ ലൂപ്പ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കോയിൽ എന്ന് വിളിക്കാം. ഒന്നിലധികം ടേൺസ് ഉണ്ടെങ്കിൽ n ടേൺസ് ഉണ്ടാവും കോയിലിന് എന്ന് പറയാം. ചിത്രത്തിൽ നോക്കി നമുക്ക് കാണാം. ലെങ്ത് AB, സൈഡ് AB, സൈഡ് CD എത്രയാണ് അതിന്റെ ലെങ്ത്? B ആണ്, സ്മോൾ b ആണ്. സൈഡ് BC, സൈഡ് AD അതിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്? സ്മോൾ a ആണ്. ഈ AD എന്ന് പറയുന്ന ഈ ഗ്യാപ്പ് വളരെ ചെറുതാണ് കേട്ടോ, ഓൾമോസ്റ്റ് വളരെ അടുത്താണ് ഈ ലൂപ്പിന്റെ ഈ ഗ്യാപ്പ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണ്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ലൂപ്പിനെ വെക്കുന്നത്. അപ്പൊ ഇതാണ് ചിത്രം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ ലൂപ്പിനെ നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണ് പ്ലെയിൻ ഓഫ് ദി ലൂപ്പ്. Rectangular loop ABCD is placed in such a way that uniform magnetic field is acting along the plane of the coil. അപ്പോൾ നമ്മൾ അതിലൂടെ ഒരു കറണ്ട് കടത്തി വിടുന്നു. അങ്ങനെ ഈ കോയിലിനെ നമുക്ക് 4 കഷ്ണങ്ങളാക്കി 4 കണ്ടക്ടേഴ്സ് ആക്കി കൺസിഡർ ചെയ്യാം. കണ്ടക്ടർ AB, അതിലെ ഡയറക്ഷൻ ഓഫ് കറണ്ട് തന്നിട്ടുണ്ട്. കണ്ടക്ടർ BC, ഡയറക്ഷൻ ഓഫ് കറണ്ട്. കണ്ടക്ടർ CD, ഡയറക്ഷൻ ഓഫ് കറണ്ട്. ആൻഡ് കണ്ടക്ടർ DA, ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓരോ ആമലും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, കറണ്ടും ഒഴുകുന്നുണ്ടല്ലോ കണ്ടക്ടറിലൂടെ. അപ്പൊ നമുക്കറിയാം ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഓരോ ആമിലുമുള്ള ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം BC എന്നുള്ളതിൽ നമ്മളെ ഫോഴ്സ് എങ്ങനെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം? IL ക്രോസ് B അല്ലെ, നമ്മൾ കണ്ടു കഴിഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഫിസിക്കൽ ടു IL ക്രോസ് B. IL എന്നത് കറണ്ട് എലമെന്റ് ആണ്, B എന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ILB സൈൻ തീറ്റ, ക്രോസിനെ മാറ്റി സൈൻ തീറ്റ എന്നാക്കി. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് എലിമെന്റ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. ഡയറക്ഷൻ, ഓരോ സ്ഥലത്തുള്ള ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ മതി. സെൻട്രൽ ഫിംഗർ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഫോർ ഫിംഗർ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ആൻഡ് തമ്പ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ത്രസ്റ്റ് ഓർ ഫോഴ്സ്. ആദ്യം നമുക്ക് BC നോക്കാം. F is equal to I, L ലെങ്ത് എന്നുള്ളതിന് പകരം എന്ത് എഴുതണം? A ആണല്ലോ. IAB, ക്യാപിറ്റൽ B, സൈൻ 0. ആൻഡ് സൈൻ 0 ആംഗിൾ ബിറ്റ്വീൻ ദ കറണ്ട് എലമെന്റിന്റെയും കറണ്ട് എലമെന്റും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ് അല്ലെ. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു 0. അപ്പൊ സൈൻ 0 ആണ്. ഇനി ADയിലോ കറണ്ട് എലമെന്റും മാഗ്നറ്റിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതുകൊണ്ടാണ് സൈൻ 180, അതും 0 ആണ്. അപ്പൊ BCയിലും ADയിലും ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇനി അടുത്തത് ആരാണ്? ഫോഴ്സ് ഓൺ AB. അവിടെ നമ്മൾ എന്തെഴുതണം? I, ലെങ്ത്തിന് പകരം എന്തെഴുതണം? സ്മോൾ b. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ക്യാപിറ്റൽ B, സൈൻ 90. അതെങ്ങനെ കിട്ടിയത്? കറണ്ട് എലിമെന്റും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അപ്പൊ സൈൻ 90. അതുപോലെ തന്നെ CDയിലും ഫോഴ്സ് F2 is equal to I, ലെങ്ത്തിന് പകരം എന്തെഴുതണം? B, സ്മോൾ b. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ക്യാപിറ്റൽ B, സൈൻ 90.
വീണ്ടും ഐ ബി ബി എന്ന് കിട്ടും. അപ്പോൾ F1 എ ബി ഭാഗത്തുള്ള F1 ഫോഴ്സും സി ഡി ഭാഗത്തുള്ള F2 ഫോഴ്സും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനുമാണ്. അതെങ്ങനെയാ കിട്ടുക? ഓരോ സ്ഥലത്തും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ മതി. ഇതാ എ ബി പാർട്ടിലുള്ള ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച് വെച്ചു, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഈ 4 ഫിംഗർ വെച്ചു. അപ്പൊ എങ്ങോട്ടേക്കാണ് ഫോഴ്സ്? ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. അതാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്, കണ്ടോ? ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. ഈ ഭാഗത്ത് ഡയറക്ഷൻ ഓഫ് കറണ്ട് താഴേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതുപോലെ തന്നെ വെച്ചു. എങ്ങോട്ടാണ് കറണ്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ? ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. കണ്ടോ F2 കണ്ടോ? ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. അപ്പൊ ഈ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് F1 ആൻഡ് F2 ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്. അത് എത്രയാണ്? ഐ ബി ബി, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനുമാണ് അല്ലെ. അപ്പൊ നെറ്റ് ഫോഴ്സ്, ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നെറ്റ് ഫോഴ്സ് ഓൺ ദ ലൂപ്പ് 0 ആണ്. പക്ഷെ എന്തുണ്ടാകും? ഈ രണ്ട് ഫോഴ്സ് കൊലീനിയർ അല്ലാത്തത് കൊണ്ട് അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. അതായത് രണ്ട് ഫോഴ്സ് ഒരു പോയിന്റിലല്ല ആക്ട് ചെയ്യുന്നത്, അവരുടെ ലൈൻ ഓഫ് ആക്ഷൻസ് വ്യത്യാസം ഉണ്ടല്ലേ. ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ അകത്തേക്കും ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ പുറത്തേക്കുമാണ്. അപ്പോൾ എന്തുണ്ടാകും? ക്യാൻസൽ ചെയ്ത് പോകും. അവര് ലൈൻ ഓഫ് ആക്ഷൻസ് ഡിഫറൻസ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യില്ല. ഒരു ടോർക്ക് ഉണ്ടാവും. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിലും ഒരു ടോർക്ക് ഉണ്ടാകും. ദർ ഈസ് എ ടോർക്ക് ഓൺ ദ ലൂപ്പ് ഡ്യൂ ടു ദ പെയർ ഓഫ് ഫോഴ്സസ്. ഏതാണ് ഇവിടെ? കപ്പിൾ ഓഫ് ഫോഴ്സ് F1 ഉം F2 ആണ് അല്ലെ. ഇനി നമ്മൾ ഇതിനെ അടുത്ത ചിത്രത്തിൽ എ ഡി എന്ന ഭാഗത്ത് നിന്നാണ് നോക്കണം. കണ്ടോ? ഇനി ഇവിടെ ഇതിന് ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടോർക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലായി. ടോർക്ക് എങ്ങനെയാ കാണുക? ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക് കാണുക അല്ലെ. ഫോഴ്സ് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും. എത്ര? രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ ആണ്. രണ്ടും കണ്ടോ? F1 F2 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? എ ആണ്. അപ്പൊ ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എത്രയാണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്? ഐ ബി ബി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? എ. അപ്പോൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണിത്. ഐ എ ബി ബി. ഈ എ ബി എന്നുള്ള എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് ഏരിയ ഓഫ് ദി റെക്ടാങ്കുലർ കോയിൽ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു ഐ എ ബി എന്ന് കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കറണ്ട് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റ് എം ആണ്. സോ ടോ ഈസ് ഈക്വൽ ടു എം ബി എന്ന് കിട്ടും. അത് ഒരു ലൂപ്പ് ആണെങ്കിലാണ്. ഇനി എൻ ലൂപ്പ് ഉണ്ടെങ്കിൽ ടോട്ടൽ ടോർക്ക് എന്തായാലും കിട്ടുക? NI AB എന്നാണ് കിട്ടുക. അപ്പോഴും നമുക്ക് എന്ത് എഴുതാം? ടോ ഈസ് ഈക്വൽ ടു എം ബി എന്ന് എഴുതാം. വേർ ദ മാഗ്നറ്റിക് മൊമെന്റ് എം ഈസ് ഈക്വൽ ടു NIA. നമ്പർ ഓഫ് ടേൺസ് 1 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് എം ഇസ് ഈക്വൽ ടു IA. നമ്പർ ഓഫ് ടേൺസ് n ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് എം ഇസ് ഈക്വൽ ടു NIA എന്ന് കിട്ടും എന്ന് മാത്രം. അപ്പൊ ഇതൊരു എളുപ്പമുള്ള ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പാരലൽ ടു ദി പ്ലെയിൻ ഓഫ് ദി ലൂപ്പ്. ഇനി നമ്മൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയിലേക്ക് കിടക്കാണ്. പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് ഇൻക്ലൈൻഡ് ടു ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അതായത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വെച്ചു. ഇനി പ്ലെയിൻ ഓഫ് ദ കോയിൽ, നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്ന കോയിൽ ഇപ്പൊ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. ഇതിനിതാ ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഇതാ ഇങ്ങനെയാണ് പ്ലെയിൻ ഓഫ് ദി കോയിൽ ഉള്ളത്. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഡയറക്ഷൻ. അപ്പൊ ഈ ചിത്രം പോലെ ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് വരച്ചിട്ടുണ്ട്. അതിനൊരു ആംഗിൾ ാണ് ആര് നിൽക്കുന്നത്? റെക്ടാങ്കുലർ കോയിൽ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള പോയിന്റ് എടുത്തതാണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആയിരിക്കും. മേക്സ് ആൻ ആംഗിൾ തീറ്റ. ഇതൊന്നും അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഡെറിവേഷൻ നമുക്ക് ചെയ്യാനാകും. ഇത് ഓർത്ത് വെക്കണം. ഫോഴ്സ് ഓൺ ഈച്ച് ആം, നേരത്തെ പറഞ്ഞതുമാതിരി 4 കണ്ടക്ടേഴ്സ് ആക്കി കൺസിഡർ ചെയ്യും. ഓരോ ആമിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. എത്രയാണ്? IL ക്രോസ് ബി, ILB സൈൻ തീറ്റയാണ്. ഓരോ 4 കണ്ടക്ടേഴ്സിലും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. ഫോഴ്സിന്റെ ഡയറക്ഷൻ കിട്ടും. ഡയറക്ഷൻ ഓഫ് കറണ്ട് അറിയാം, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും അറിയാം. ഓരോ സ്ഥലത്തും അതിനനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ തമ്പിന്റെ ഡയറക്ഷനാണ് ഡയറക്ഷൻ ഓഫ്
ഫോഴ്സ് തരിക. ഈ ചിത്രം എന്താണെന്ന് വെച്ചാൽ സർക്കുലർ ലൂപ്പിലൂടെ ഇലക്ട്രോൺ ഒഴുകുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ഡയറക്ഷൻ ഓഫ് കറണ്ട് ഉണ്ടാവുക. അപ്പോൾ ക്ലോക്ക് വൈസ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചിത്രത്തിൽ ഇലക്ട്രോൺ ആന്റി ക്ലോക്ക് വൈസ് ഒഴുകുന്ന ഒരു ചിത്രമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഇലക്ട്രോൺ ഒഴുകുക എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഇറ്റ് ആണ്, അതായത് ക്ലോക്ക് വൈസ് കറണ്ട് ആണ്. അപ്പൊ ആ സർക്കുലർ ലൂപ്പിന്റെ പൊളാരിറ്റി സൗത്ത് പോളാണ്. അത് ഓർക്കാൻ വേണ്ടി കണ്ടോ, എസ് എന്ന് എഴുതിയിട്ട് എസിനെ രണ്ട് ആംസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് കാണിക്കുക. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ, സർക്കുലർ ലൂപ്പിന് ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സർക്കുലർ ലൂപ്പ് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യണു എന്നാണ് അർത്ഥം. ഒരു വള എടുത്ത് പിടിക്കുക. ഇപ്പൊ എനിക്കിത് കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നേരിട്ടല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളത് മനസ്സിൽ ചിത്രം കാണണം. ഒരു വള എടുത്ത് പിടിക്കുക. ആ വളയിൽ ഞാൻ നോക്കുന്ന ഭാഗത്ത്, ഒരു ഭാഗത്ത് ടീച്ചറും ഒരു ഭാഗത്ത് നിങ്ങളുമാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഞാൻ നോക്കുന്ന ഭാഗത്ത് ക്ലോക്ക് വൈസ് ആയിട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന ഇലക്ട്രോൺ എങ്ങനെയാ മൂവ് ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുക. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒരു റൗണ്ട്, ആ റൗണ്ടിന്റെ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ നോക്കുമ്പോൾ ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതേ ഇലക്ട്രോണിനെ മറുപുറത്ത് നിന്ന് നിങ്ങൾ കാണുമ്പോൾ ആ ഇലക്ട്രോൺ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. അതായത് ക്ലോക്ക് വൈസ് ഇലക്ട്രോൺ എന്റെ ഭാഗത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് എന്റെ ഭാഗത്ത് എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്തെ കറണ്ട് എന്താണ്, ക്ലോക്ക് വൈസ് ആണ്. അപ്പോ എന്റെ സർക്കുലർ ലൂപ്പിലെ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന സർക്കുലർ ലൂപ്പിന്റെ ഭാഗം ഏത് പോളാണ്, നോർത്ത് പോളാണ്. നിങ്ങൾ കാണുന്ന ലൂപ്പിന്റെ ഭാഗം ഏത് പോളാണ്, സൗത്ത് പോളാണ്. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതൊന്നും കൂടി പറയാം. മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. ഒരു വള എടുത്ത് പിടിക്കുക, നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഒരു വട്ടം വരയ്ക്കുക. ആ വട്ടത്തിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ആരോ മാർക്ക് ഇടുക. അതിനെ മറുപുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ആരോ മാർക്ക് നിങ്ങൾക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും കാണുക. അതായത് ഒരു സർക്കുലർ ലൂപ്പിൽ ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാകും. അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സർക്കുലർ ലൂപ്പിന്റെ ഫേസിംഗ് സൈഡിൽ ക്ലോക്ക് വൈസ് ആയാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അത് സൗത്ത് പോൾ ആണ്. അപ്പുറത്തുള്ള സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും കറണ്ട് ഒഴുകുക. അത് ആ സർക്കുലർ ലൂപ്പിന്റെ നോർത്ത് പോളാണ് എന്നാണ് ഈ ചിത്രം കാണിക്കുന്നത്. ഇത് നമ്മൾ വിശദമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി പറയും. ഈ നേരത്തെ പോലെ തന്നെ ഒരു ആംഗിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 4 എണ്ണത്തിലുള്ള ഫോഴ്സിന് ആക്ട് ചെയ്യണം. ഫോഴ്സ് ഓൺ ആം BC, ഇതാണല്ലോ ഫോഴ്സ്. നേരത്തെ പോലെ നമുക്ക് പാരലൽ ആണ്, തീറ്റ 0 ആണെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, F3 = ILB ആണ്. ILB സൈൻ തീറ്റ ആണ്. എല്ലിന് പകരം എന്ത് എഴുതണം, A എന്ന് എഴുതണം. IAB സൈൻ തീറ്റ. ഫോഴ്സ് ഓൺ ആം AD, IAB സൈൻ തീറ്റ. ഈ രണ്ട് ഫോഴ്സും നിങ്ങൾക്ക് കാണാം ഈക്വൽ ആണ്, ഓപ്പോസിറ്റുമാണ്. എങ്ങനെയാണ് ഓപ്പോസിറ്റ് ആണെന്ന് കിട്ടിയത് നോക്കിക്കോളൂ. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങളൊന്ന് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലെ, നമ്മൾ AB-യിലെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ BC-യിലെ ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മൾ എങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം വേണ്ടേ. ഇതാണ് ആ കേസ്. അപ്പൊ F3 എന്ന് പറയുന്നത് ഇതാ കണ്ടോ, ഇതാണ് ആ കേസ്. F3 എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്, താഴേക്കാണ്. F3 കണ്ടോ, താഴേക്കാണ്. ഇനി നേരെ AD-യിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും, കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സെയിം തന്നെ. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ നിങ്ങളൊന്ന് വിരൽ പിടിച്ചു നോക്കിയാൽ മതി. ഞാൻ ഇവിടെ നിന്ന് കാണിക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോകും, അതുകൊണ്ടാണ്. ഇനി അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യത്തിൽ തീറ്റ = 0 ആയതുകൊണ്ട് പ്രശ്നം തീർന്നു, 180 ആയതുകൊണ്ടും പ്രശ്നം തീർന്നു. ഇവിടെ ആ തീറ്റ ഉണ്ടാകും. പക്ഷെ F3 F4 എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. മാത്രവുമല്ല അവർ കൊലീനിയർ ആണ്. എന്ന് വെച്ചാൽ എന്താ, ഈ F3 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ F4-ൽ വന്ന് കൊള്ളും. കണ്ടോ, ഓപ്പോസിറ്റും ഡയറക്ഷനുമാണ്, ഒരേ പോയിന്റിലേക്കാണ് അവർ വന്ന് ആക്ട് ചെയ്യുക. അവരുടെ ലൈൻസ് ഓഫ് ആക്ഷൻ സെയിം ആണ്. അതുകൊണ്ട് F3 F4 എന്തായി പോവും, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം അതുകൊണ്ട് അവിടെ ഒരു ഫോഴ്സ് F3-നെ കൊണ്ടും F4-നെ കൊണ്ടും ഒരു ഫോഴ്സും ഉണ്ടാവില്ല, ഒരു ടോർക്കും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇനി ആരൊക്കെ ഉണ്ട്, AB-യും CD-യും ഉണ്ട്.
എ ബിയും സി ഡിയും വീണ്ടും എങ്ങനെ തന്നെയാണ് പ്ലെയിൻ അല്ലേ. അപ്പൊ നിങ്ങളൊരു പേപ്പർ ഒക്കെ വെച്ച് നോക്കി നിങ്ങൾക്ക് കാണാം പ്ലെയിൻ, രണ്ട് പ്ലെയിനുകളാണ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട്. അപ്പോഴും അത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര തന്നെയാണ്? sin 90 തന്നെയാണ്. ഏത് കറണ്ട് എലമെന്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 90 തന്നെയാണ്. അപ്പൊ ഐ എൽ ബി sin 90 എന്ന് കിട്ടും. ഐ എൽ ബിക്ക് എല്ലിന് പകരം എന്ത് എഴുതണം? ലെങ്ത് ബി എന്ന് എഴുതണം. ഐ ബി ബി എന്ന് കിട്ടും. ഫോഴ്സ് ഓൺ സി ഡി എന്ത് കിട്ടും? ഐ ബി ബി എന്ന് തന്നെ കിട്ടും. അത് നേരത്തെ നമ്മൾ കണ്ടതാണ്. ഒരു ഫോഴ്സ് അകത്തേക്കും ഒരു ഫോഴ്സ് പുറത്തേക്കുമാണ്. അവർ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്, പക്ഷെ കൊലീനിയർ ഫോഴ്സസ് അല്ല. അതായത് ലൈൻസ് ഓഫ് ആക്ഷൻ സെയിം അല്ല, അവർ കൂട്ടിമുട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തല്ല, അവർ ക്യാൻസൽ ചെയ്യില്ല. പകരം അവർ എന്ത് ചെയ്യും? ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോർക്ക് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറവായിരിക്കും. അതിന്റെ കാരണം എന്താ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ആ ചിത്രം എടുത്ത് നോക്കിയാൽ കാണാം, ഇങ്ങനെയായിരുന്നു ആക്ട് ചെയ്തിരുന്നത് അല്ലെ. അപ്പം a/2 ആയിരുന്നു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇപ്പൊ പെർപെൻഡിക്കുലർ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. കണ്ടോ, ഈ ചിത്രത്തിനാണ് ഈ വരച്ചിട്ടുള്ളത്. എ ഡിയിൽ നിന്ന് നോക്കുമ്പോൾ, താഴേന്ന് നമ്മൾ നോക്കുമ്പോൾ ഉള്ള ചിത്രമാണ് ഈ കാണുന്നത്. ഈ ആമാണ്, ഈ ബി സി എന്ന് പറയുന്ന ആമാണ് ഈ ചെരിഞ്ഞു കിടക്കുന്നത്. കണ്ടോ, നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്ന, നേരെ ഉണ്ടായിരുന്ന ആമാണ് ഇപ്പൊ ചെരിഞ്ഞു കിടക്കുന്നത്. അപ്പൊ a/2 എന്നുള്ളത് എന്തായി മാറി? a/2 sin θ, a/2 sin θ എന്നായിട്ട് ആ ഡിസ്റ്റൻസ് മാറി. അപ്പൊ നേരത്തെ അത്ര ടോർക്ക് ഉണ്ടാവില്ല, എന്നാലും ഒരു ടോർക്ക് ഉണ്ടാകും. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായി? a/2 sin θ ആയി. എന്താണ് ഈ തീറ്റ? ആ ആംഗിൾ ആണ്. ആംഗിൾ മെയ്ഡ് ബൈ ദി റെക്ടാങ്കുലർ കോയിൽ വിത്ത് ദി മാഗ്നറ്റിക് ഫീൽഡ്. ആ ആംഗിൾ ആണിത്. കണ്ടോ, തീറ്റ. ഇവിടെ ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഭാഗം a/2 sin θ. അപ്പൊ ഇനി എങ്ങനെ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക? ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഫോഴ്സ് എത്രയാണ്? ഐ, ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, ഐ ബി ബി a/2 sin θ അല്ലേ. അപ്പം ഇതാ ടോർക്ക് ഇസ് ഈക്വൽ ടു a/2 sin θ ഇൻറ്റു F1 പ്ലസ് a/2 sin θ ഇൻറ്റു F2. a/2 sin θ ഇതാ, a/2 sin θ ഇൻറ്റു ഐ ബി ബി പ്ലസ് a/2 sin θ ഇൻറ്റു ഐ ബി ബി. അതായത് ഐ എ ബി ബി സൈൻ തീറ്റ. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ മാതിരി എ ബി എന്നുള്ളത് ചേർത്ത് എഴുതി. അതെന്താണ്? ഏരിയയാണ്. ഐ എ ബി സൈൻ തീറ്റ. നേരത്തെ ഐ എ ബി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തീറ്റ ആംഗിളിലാകുമ്പോൾ ആ ടേമും കൂടി വരും. അത് ഓർത്ത് വെച്ചാൽ മതി. ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ ഓർ എം ക്രോസ് ബി. n ടേൺസ് ഉണ്ടെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു n ഐ എ ബി സൈൻ തീറ്റ ഓർ വീണ്ടും n-നെയും കൂടി നമ്മൾ m-ൽ ഉൾപ്പെടുത്തും. അതുകൊണ്ടാണ് എം ബി സൈൻ തീറ്റ എന്ന് തന്നെ എഴുതിയത്. ടോർക്ക് ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. അപ്പോൾ എന്താണ്? ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ക്യാരിയിങ് കറണ്ട് ഒരു എക്സ്റ്റേണൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ, എങ്ങനെ വെച്ചാലും അതിന്റെ മുകളിൽ ഒരു ടോർക്ക് ഉണ്ടാകും. ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? NIAB sin θ ഓർ MB sin θ. പക്ഷെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞാണ് എ ബിയിലുള്ള ഫോഴ്സ് ഈക്വൽ ടു സി ഡിയിലുള്ള ഫോഴ്സ് ആണ്. ബി സിയിലുള്ള ഫോഴ്സ് ഈക്വൽ ടു എ ഡിയിലുള്ള ഫോഴ്സ് ആണ്. ലൈൻസ് ഓഫ് ആക്ഷൻ കോയിൻസൈഡ് ചെയ്യും. ആർക്കൊക്കെ? ബി സിക്കും എ ഡിക്കും. അതുകൊണ്ട് അവർ മുഴുവനായും 0 ആയി പോകും. ലൈൻസ് ഓഫ് ആക്ഷൻ കോയിൻസൈഡ് ചെയ്യില്ല. ആർക്ക്? സി ഡിക്കും. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിലും ഒരു ടോർക്ക് എക്സിസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ എം ക്രോസ് ബി വെച്ചിട്ട് രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? പ്ലെയിൻ ഡയറക്ഷൻ ഈസ് എലോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് നമ്മൾ 1 എന്ന് പറഞ്ഞിട്ട് പഠിച്ചത്. രണ്ടാമത്തത് മാത്രം പഠിച്ചിട്ട് ജനറൽ കേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഒന്നാമത്തെ കണ്ടീഷനായിട്ട് പഠിച്ച സാധനമാണിത്. പ്ലെയിൻ ഡയറക്ഷൻ, അതായത് പിന്നെ കോയിലിന്റെ ഡയറക്ഷൻ ഈസ് അലോങ് ദി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ, തീറ്റ ഈസ് ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ എം ബി സൈൻ 0, എം ബി സൈൻ 180 എന്ന് കിട്ടും. അപ്പോൾ അത് 0 ആകും. അപ്പൊ ടോർക്ക് മിനിമം ആണ്. മിനിമം ടോർക്കാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡും അതേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ അതേ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് റെക്ടാങ്കുലർ പ്ലെയിൻ കിടക്കുന്നതെങ്കിൽ ആ റെക്ടാങ്കുലർ പ്ലെയിനിന്റെ മുകളിലുള്ള ടോർക്ക് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഈ കണ്ടീഷനെ നമ്മൾ സ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുക. തീറ്റ ഈക്വൽ ടു 0 ആണ് സ്റ്റേബിൾ കണ്ടീഷൻ. തീറ്റ ഈക്വൽ ടു 180 അൺസ്റ്റേബിൾ കണ്ടീഷൻ തന്നെയാണ്. ഇനി പ്ലെയിൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആകുമ്പോൾ, അപ്പൊ നമ്മൾ ഒരു ആംഗിളിലാണ്, തീറ്റ ആംഗിളിലാണ് നമ്മൾ എന്ത് ചെയ്തത്? കോയില്
മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. 90 ഡിഗ്രിയിലാണെന്ന് വിചാരിക്കും. കോയിൽ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കോയിൽ ഉള്ളതെങ്കിൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകും. ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി, എം ബി സൈൻ തീറ്റ, സൈൻ 90 എം ബി 1 ആണ്, സൈൻ 90 1 ആണ്. അപ്പൊ ടോർക്ക് മാക്സിമം ആയിരിക്കും. എത്ര അതിന്റെ വാല്യൂ? എം ബി ആണ്. അതായത് മാക്സിമം അൺസ്റ്റേബിൾ ആയിട്ടാണ് ആരുണ്ടാവുക? കോയിൽ ഉണ്ടാവുക. കോയിലിന് എപ്പോഴും ടെൻഡൻസി ഉണ്ടാവും എങ്ങോട്ട് തിരിയാൻ? മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാൻ. അതുകൊണ്ടാണ് കോയിൽ അൺസ്റ്റേബിൾ ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നത്. ഇതേ മറ്റൊരു ഇക്വേഷൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. മാഗ്നറ്റിക് ഫീൽഡിലുള്ള ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി ആണ്. ഇലക്ട്രിക് ഫീൽഡിലുള്ള ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ ആണ്. ടോർക്ക് എപ്പോഴാണ് ഇല്ലാണ്ടാവുക? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഐദർ പാരലൽ ഓർ ആന്റി പാരലൽ, അല്ലെ? എം പാരലലോ അല്ലെങ്കിൽ ആന്റി പാരലലോ ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് കോയില് പാരലലോ ആന്റി പാരലലോ ആകുമ്പോഴാണ് ടോർക്ക് സീറോ ആകുന്നത്. അതായത് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ആണ്, നോ ടോർക്ക് ആണ്. ഇനി എം ആൻഡ് ബി ആർ പാരലൽ ആണെങ്കിലാണ് മാക്സിമം സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ചെറിയ റൊട്ടേഷൻ കോയിലിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന കോയിലിന്റെ മുകളിൽ നമ്മൾ വെറുതെ കോയിലിനും ചെറുതാക്കി തിരിഞ്ഞു കൊടുത്താൽ തന്നെ കോയിൽ എന്ത് ചെയ്യും? ഒരു ടോർക്ക് ആക്ട് ചെയ്തിട്ട് തിരിച്ച് പഴയ സ്റ്റേബിൾ പൊസിഷനിലേക്ക് തന്നെ കോയിൽ തിരിച്ചു വരും. ഇനി ആന്റി പാരലൽ ആണെങ്കിലോ, കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, കോയിലിന്റെ ഉള്ള കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുകുന്ന ആ കേസ് ആന്റി പാരലൽ 180 ഡിഗ്രിയിലാണെങ്കിൽ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ആണ്. അപ്പോഴും ഏതെങ്കിലും ഒരു റൊട്ടേഷൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? തിരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ തൂക്കിയിടുന്ന ഒരു സ്മോൾ മാഗ്നറ്റ്, നമ്മൾ ഈ കറണ്ട് കടത്തി വിടുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് സംഭവിക്കുന്നത്? കറണ്ട് കടക്കുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി കറണ്ട് കടത്തുന്ന കണ്ടക്ടർ അല്ലാതെ ഒരു മാഗ്നറ്റിനെ തൂക്കിയിടുക എന്ന് വിചാരിക്കാം. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിനെ തൂക്കിയിട്ടാൽ ആ മാഗ്നറ്റിന് എന്തിന്റെ ടെൻഡൻസി ഉണ്ടാവുക? ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാനുള്ള, തൂങ്ങിക്കിടക്കാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. അതിന്റെ കാരണം ഇതാണ്, ആ ഡയറക്ഷനിലാണ് മാഗ്നറ്റിന് മിനിമം ടോർക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഡൈപോൾ അലൈൻസ് ഇറ്റ്സെൽഫ് വിത്തിൻ ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിനെ തൂക്കിയിട്ടാൽ ആ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണ്. പ്രത്യേകം പറയണ്ടല്ലോ, നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടാവും. അതിനാണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് വിളിക്കുക. അതിന്റെ ടെൻഡൻസി എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെ കിടക്കാനായിരിക്കും ഈ മാഗ്നറ്റിന്റെയും ടെൻഡൻസി ഉണ്ടാവുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ കാരണം ഈ ടോർക്കാണ്. ടോർക്ക് മിനിമം ആവുന്ന സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം കേട്ടോ. എന്തുകൊണ്ടാണ് വൈ എ സ്മോൾ മാഗ്നറ്റ് ഓർ എ മാഗ്നറ്റിക് ഡൈപോൾ അലൈൻസ് ഇറ്റ്സെൽഫ് വിത്തിൻ ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്? അപ്പോൾ നിങ്ങൾ 2-3 പോയിന്റ് എഴുതണം. എന്താണ്? ദർ വിൽ ബി എ ടോർക്ക് ആക്ടിങ് ഓൺ ദി മാഗ്നറ്റിക് ഡൈപോൾ. ടോർക്ക് ഇസ് മിനിമം ഓർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എപ്പോ? ടോർക്ക് ഇസ് ഈക്വൽ ടു എം ക്രോസ് ബി, എം ബി സൈൻ theta. When in the same direction theta is equal to 0, so torque is minimum or it is in stable equilibrium. So the needle like a small magnet tends to align in the direction of external magnetic field. ഇത്രയും എഴുതണം. ഇനി ആ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. A square coil side 10 cm 20 turns carrying current 12 ampere. Coil is suspended vertically, normal to the plane, makes an angle 30 degree, direction of uniform magnitude 0.80 Tesla. What is the magnitude of torque? Current I തന്നിട്ടുണ്ട് എത്രയാണ്? 12 ampere. Number of turns തന്നിട്ടുണ്ട് 20. Magnetic field തന്നിട്ടുണ്ട് 0.80 Tesla. Angle തന്നിട്ടുണ്ട് theta degree. സ്ക്വയർ കോയിലാണ്, അതുകൊണ്ടാണ് എ ഓഫ് സൈഡ് 10. അപ്പൊ എ ഈക്വൽ ടു ബി ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റണം. ഏരിയ ഓഫ് ദ കോയിൽ ആദ്യം കാണണം. എന്താണ്? എ ഇൻറ്റു ബി, 10 ഇൻറ്റു 10.
10⁻². ടോർക്ക് NIAB sin θ. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.96 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. sin 30യുടെ വാല്യൂ കാൽക്കുലേറ്ററിൽ നിന്ന് ഇതൊക്കെ കണ്ടുപിടിക്കാൻ അറിയണം കേട്ടോ. സർക്കുലാർ കോയിലാണ്. 20 turns, radius 10 cm, placed in a uniform magnetic field 0.10 Tesla, normal to the plane. Current in the coil is 5 ampere. What is the total torque on the coil? Total force on the coil. Average force on each electron in the coil due to magnetic field. Coil is made of copper wire of cross-sectional area 10⁻⁵ meter square and free electron density in copper is given to be 10⁻29 meter⁻⁻3. നോക്കാം. Current 5 ampere. Number of turns 20. Magnetic field 0.10 Tesla. Normal എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ theta is equal to normal to the plane of the coil. Normal to the plane of the coil. Circular coil. സർക്കുലർ കോയിലിനെ മാഗ്നറ്റിക് ഫീൽഡ്, ആ ചിത്രം ഒന്ന് വരച്ചു നോക്കിയാൽ മതി. അപ്പം നമുക്ക് തീറ്റ കിട്ടും. R is equal to 10 cm. ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി എത്രയാണ് തന്നിട്ടുണ്ട്? 10⁻29 meter⁻3. ഏരിയ ഓഫ് ദ കോയിൽ കാണണം, πr² ആണ്. എത്രയാണ്? 3.14 ഇൻറ്റു മീറ്ററിലേക്ക് ആക്കിയ ശേഷം കാണുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ടോട്ടൽ ടോർക്ക് ഓൺ ദി കോയിൽ. NIAB sin θ 20 ഇൻറ്റു 5 ഇൻറ്റു എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് 0 എന്നെടുത്തത്? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. സർക്കുലാർ കോയിലിന്റെ പ്ലെയിന് നോർമൽ ആണ് എന്നാണ് പറഞ്ഞത്. സർക്കുലാർ കോയിലിന്റെ പ്ലെയിൻ നോർമൽ ആണെന്ന് പറഞ്ഞാൽ സർക്കുലാർ കോയിലിന്റെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും നോർമൽ ആണ് എന്നാണ് പറഞ്ഞത്. ആ ആംഗിൾ ആണ് 90 ഡിഗ്രി. അതായത് സർക്കുലാർ കോയിൽ ആർക്ക് പാരലൽ ആണ്? മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് തീറ്റ എന്തെടുത്തത്? 0 ആക്കി എടുത്തത്. നെറ്റ് ഫോഴ്സ് അടുത്തത്. ടോട്ടൽ ടോർക്ക് കഴിഞ്ഞു. ടോട്ടൽ ഫോഴ്സ് അത് എല്ലായ്പ്പോഴും ടോട്ടൽ ഫോഴ്സ് സർക്കുലർ കോയിലായാലും റെക്ടാങ്കുലർ കോയിലും ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ആവറേജ് ഫോഴ്സ് ഉണ്ടാവും. ഓരോ ഇലക്ട്രോണിന്റെ മുകളിലും എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. അതെങ്ങനെയാ കാണുക? ലോറൻസ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. QVB sin θ ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ചാർജിന്റെ ഒരു മൂവിങ് ചാർജ് ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മൂവിങ് ചാർജ് ഉണ്ടെങ്കിൽ, ഒരു മൂവിങ് ചാർജിനെ പിടിച്ചിട്ടാൽ അതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് F is equal to QVB sin θ. ഇവിടെ V എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഇലക്ട്രോൺ ആയതുകൊണ്ട് Q is equal to E. എല്ലായ്പ്പോഴും വെലോസിറ്റി പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിന് ഉണ്ടാവുക. കാരണം എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട് പ്ലെയിൻ ഡയറക്ഷൻ ഓഫ് ദ കോയിൽ ഈസ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. I is equal to NAEVD. VD is equal to 1/NAE. ക്രോസ് സെക്ഷൻ ഏരിയ ഒക്കെ തന്നിട്ടുണ്ട് 10⁻⁵. F is equal to QVDB sin θ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയും കിട്ടും. എത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്?